സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹരികുമാറാണ്. സാർ സ്വാഗതം. നമസ്തേ. സാർ, ഇന്ത്യയുടെ പുതിയ ആൻറ്റി ടാങ്ക് മിസൈലുകൾ, ടാങ്ക് വേധ മിസൈലുകൾ എന്തോ വളരെ കൗതുകകരമാണെന്ന് പറയുന്നു. പെട്ടെന്ന് ഒരു മനുഷ്യന് തന്നെ എടുത്തു മാറ്റാൻ പറ്റുന്ന ചില സവിശേഷതകൾ ഉണ്ടെന്ന് പറയുന്നു. എന്താ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് സാർ? ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിച്ച മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകുകയാണ്. ഈ മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈല് ആധുനിക യുദ്ധങ്ങളിൽ ഒരു വലിയ റോൾ ഇതിനുണ്ട്. ഈ ആധുനിക യുദ്ധങ്ങൾ പലതും ആർമിയുടെ ഒരു വാക്ക് ആധുനിക യുദ്ധങ്ങളെ കുറിച്ച് സൈന്യങ്ങൾ പറയുന്നത് അസിമെട്രിക് വാർഫെയർ എന്നാണ്. സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു കൂട്ടരും ഒരേപോലുള്ള രണ്ട് ശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടം. അസിമെട്രിക് ആവുമ്പോൾ ഒരു വലിയ ശക്തിയും ഒരു ചെറിയ ശക്തിയും തമ്മിൽ പോരാടും. സ്വാഭാവികമായിട്ടും വലിയ ശക്തി വളരെ വേഗത്തിൽ ജയിക്കേണ്ടതാണ്. പക്ഷേ ആ വലിയ ശക്തിയെ തടഞ്ഞു നിർത്തണമെങ്കിൽ അതിന് ചില യുദ്ധതന്ത്രങ്ങൾ. അപ്പൊ ഇത് ഈ വലിയ ശക്തി ചെറിയ ശക്തിയും തമ്മിലുള്ള ഇത്തരം യുദ്ധങ്ങൾ ഒരു അസിമെട്രിക് വാർഫെയറിലാണ്. അത് രണ്ടുപേരും ഒരേ തന്ത്രങ്ങളല്ല പ്രയോഗിക്കുന്നത്. അപ്പൊ ഈ അസിമെട്രിക് വാർഫെയറിന്റെ ഒരു മുഖ്യ ഘടകമാണ് ഈ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം, റഷ്യ ലോകത്തിലെ വൻശക്തിയാണ്. അമേരിക്ക റഷ്യയുമായിരുന്നു വൻശക്തി. ഇപ്പോ വേറെ കുറച്ച് ചൈനയും ഇന്ത്യയും ഒക്കെ ഏതാണ്ട് അതിനടുത്തൊക്കെ എത്തി. അപ്പോ ഈ അസിമെട്രിക് വാർഫെയറില് യുക്രൈന് ലോകത്തിലെ ഏറ്റവും വലിയ ടാങ്ക് ശക്തിയാണ് റഷ്യ. അമേരിക്കയെക്കാളും ടാങ്ക് യുദ്ധത്തിൽ റഷ്യയാണ് മുന്നിൽ. അപ്പൊ ആ റഷ്യൻ ടാങ്കുകളെ എങ്ങനെ യുക്രൈൻ തടുത്തു നിർത്തി? രണ്ടു മൂന്ന് ഘടകങ്ങളുണ്ട്. ഒന്ന് ഡ്രോണാണ്. അത് ഈ ആധുനിക കാലത്ത് തുടങ്ങിയതാണ്. പക്ഷെ ആ ഡ്രോൺ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരെണ്ണമാണ് ഈ മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ, MP-80 എന്ന് പറയും. അപ്പോൾ ഈ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ ഒരു കാലാൾ പടയാളി, ഒരു സൈനികന് ഒരു 25 കിലോ ഒക്കെയാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. അതിന്റെ ആ ട്രൈപോഡ് പോലെ ഈ മിസൈൽ ഫിറ്റ് ചെയ്യുന്ന സ്റ്റാൻഡും മിസൈലും എല്ലാം കൂടെ 25-25.5 കിലോയെ വരുള്ളൂ. ഒരാൾക്ക് തന്നെ, ഒരു നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് ഈ 25 കിലോ തോള തൂക്കിയിട്ട് അവർ പോകും. അപ്പൊ ഒരു വ്യക്തിക്ക് തന്നെ വേണമെങ്കിൽ ഒരു ടാങ്കിനെ നശിപ്പിക്കാം. ഒരു ടാങ്കിൽ എപ്പോഴും 4-5 പേരൊക്കെ ഉണ്ടാവും, ഗണ്ണർമാരും ടാങ്കിന്റെ ഡ്രൈവർമാരും എല്ലാം ഉൾപ്പെടെ. പക്ഷെ അങ്ങനെ ഒരു 5 പേരടങ്ങുന്ന ഒരു ടീമിനെ ഒറ്റ വ്യക്തി, അതും ഒരു ടാങ്കിന്റെ വില കോടിക്കണക്കിന് ഡോളറാണ്. അപ്പം അതാണ് ഞാൻ ഈ പറഞ്ഞ അസിമെട്രിക് വാർഫെയറിന്റെ ഒരു പ്രത്യേകത. ഇവിടെ മുഖ്യമായിട്ട് ഇന്ന് ലോകത്തിലെ ഇസ്രായേലും അമേരിക്കയാണ് റഷ്യക്കാരിലും ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഉണ്ടാക്കുന്നതിൽ മിടുക്കർ അവരാണ്. അമേരിക്കയുടെ ജാവലിൻ എന്ന മിസൈൽ, ഇസ്രായേലിന്റെ സ്പൈക്ക്, ഈ രണ്ടും ഇന്ത്യയുടെ കയ്യിലുണ്ട്. അപ്പൊ ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ പകുതി പോലും ചെലവ് വരുത്തില്ല ഇന്ത്യ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ. അതാണ് നമുക്ക് ഇപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു വലിയ നേട്ടം. അത് നമ്മൾ സ്വന്തമായിട്ട് ഇതിന്റെ ഏതാണ്ട് 90-95% പാർട്സും ഇന്ത്യയിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇന്ത്യയുടെ സ്വന്തം പ്രോഡക്റ്റാണ്. 2015 ഈ 13 കഴിഞ്ഞു, 15ഓളമായി ഇതിന്റെ നിർമ്മാണം ഇന്ത്യയിൽ തുടങ്ങുന്നു. പിന്നീട് നിരവധി ടെസ്റ്റുകൾ നടത്തി. അത് പല പ്രദേശങ്ങളിൽ കൊണ്ടുവച്ച് തണുത്ത കാലാവസ്ഥയിൽ, അതായത് ലഡാക്കിലൊക്കെ വെച്ച് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ ടെസ്റ്റുകൾ നടത്തി. രാജസ്ഥാൻ മരുഭൂമിയിൽ വെച്ച് ടെസ്റ്റുകൾ നടത്തി. പർവ്വത പ്രദേശങ്ങളിൽ വെച്ച് ടെസ്റ്റ് നടത്തി. സമനിരപ്പിൽ വെച്ച് ടെസ്റ്റ് നടത്തി. എല്ലാത്തിലും 100% വിജയിച്ച് വിജയശ്രീലാളിതമായിട്ട് DRDOയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി ഹൈദരാബാദാണ് ഇതിന്റെ പൂർണ്ണ ടെക്നോളജി ഡിസൈൻ ചെയ്തത്. ഇപ്പൊ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് അവരാണ് ഇതുണ്ടാക്കുന്നത്. ഇതിപ്പോ എല്ലാ കടമ്പകളും, അതായത് ഓപ്പറേഷണൽ ട്രയൽ എന്ന് പറഞ്ഞ് കമ്പനി നടത്തുന്ന ട്രയലും, യൂസർ ട്രയൽ എന്ന് പറഞ്ഞ് സൈന്യം നടത്തിയ ട്രയലും എല്ലാത്തിലും വിജയിച്ച് ഈ ആയുധം ഇന്ത്യയുടെ സൈന്യത്തിലേക്ക് സൈന്യത്തിന്റെ ഭാഗമാകുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ അത് സൈന്യത്തിന്റെ ഭാഗമാകും. ഇത്തരം 100 കണക്കിന് മിസൈലുകൾ സൈന്യം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമാണ്.
അതോടൊപ്പം അത് നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമാകുമ്പോൾ പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന റഷ്യൻ നിർമ്മിതവും അതുപോലെ ജർമ്മൻ നിർമ്മിതവുമായ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ നമ്മൾ പിന്നീട് അത് പതുക്കെ ഫേസ് ഔട്ട് ചെയ്യും. അതായത് അത് സൈന്യത്തിൽ നിന്ന് അങ്ങ് മാറ്റും. ഇതിന്റെ പരമാവധി ദൂരം 4 കിലോമീറ്ററാണ്. ഇത് ആധുനിക സംവിധാനങ്ങളായിട്ടുള്ള ഈ ലേസർ, അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് ഹോമിംഗ് എന്നൊക്കെ പറയുന്ന സംവിധാനം. ഇൻഫ്രാറെഡ് ഹോമിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ടാങ്ക് വന്നാൽ ആ ടാങ്കിന്റെ ചൂട് ഒക്കെ തിരിച്ചറിഞ്ഞുള്ള ഇതിന്റെ സെൻസറുകൾ ഇത് വിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ ആ ടാങ്കിലേക്ക് ലോക്ക് ചെയ്യുക എന്ന് പറയും. അതായത് ആ ലക്ഷ്യസ്ഥാനം ഇതിന്റെ സോഫ്റ്റ്വെയർ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫയർ ആൻഡ് ഫോർഗെറ്റ് ആണ്. അത് പിന്നെ നിങ്ങൾ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന് മിഡ് കോഴ്സ് കറക്ഷനോ ഇടയ്ക്ക് വെച്ച് ഇത് കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഇത് സ്വാഭാവികമായിട്ടും ഈ ടാങ്ക് എങ്ങോട്ട് നീങ്ങിയാലും അങ്ങോട്ട് ഇത് നീങ്ങും. അങ്ങനെ ഇത് സ്വയം അതിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തും. അതുപോലെ 2 തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ വാർഹെഡിലുണ്ട്. ഒന്ന് ഇതിന്റെ അതായത് കവചത്തെ തകർക്കും. മറ്റൊന്ന് അകത്തേക്ക് കയറി ഇത് ടാങ്കിനെ തന്നെ പൂർണ്ണമായിട്ട് തകർക്കും. ഇത് സാധാരണ മറ്റ് എല്ലാ ടാങ്കുകളുടെ ഒരു പ്രത്യേകത, ഈ ടാങ്കുകൾ ഞാനീ പറഞ്ഞ എല്ലാ ടാങ്കുകളുടെ ഒരു പ്രത്യേകത, അതിന്റെ മുകൾ ഭാഗം സാധാരണഗതിയിൽ വീക്കാണ്. അതായത് ഈ കവചിത വാഹനങ്ങൾ വശങ്ങളും മുൻഭാഗവും പിൻഭാഗവും ഒക്കെയാണ് ആ കവചം കൃത്യമായിട്ട് സ്ഥിതി ചെയ്യും. പക്ഷെ അതിന്റെ മുകൾ ഭാഗത്ത് അത്ര ശക്തമായ കവചമില്ല. കാരണം അവിടെ നിന്നാണ് പലപ്പോഴും ഇത് ഡ്രൈവ് ചെയ്യുന്ന ആളും ഒക്കെ പുറത്തേക്ക് നോക്കുന്നതും ഗൺ ഓപ്പറേറ്റ് ചെയ്യുന്നതും എല്ലാം മുകൾ ഭാഗത്താണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു ദുർബലമാണ്. അപ്പോ ഈ ജാവലിനൊക്കെ ലോഫ്റ്റഡ് ലോഞ്ച് എന്ന് പറയും. അതായത് ഇത് ബാലിസ്റ്റിക് മിസൈൽ പോലെയാണ് ഈ ജാവലിനൊക്കെ വിടുന്നത്. അതിങ്ങനെ മുകളിലേക്ക് പോയിട്ട് ആകാശത്ത് ചെന്നിട്ട് ടാങ്കിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വന്ന് നേരെ ടാങ്കിന്റെ മുകൾ ഭാഗത്തേക്ക് കുത്തിയിറങ്ങും. എന്നിട്ട് അത് സ്ഫോടനം നടത്തും. ഒരുപക്ഷെ വശത്തിലൂടെ, അതായത് സ്ട്രെയിറ്റ് പോയിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ ആ ടാങ്ക് അതിനെ തകർക്കും, അതിനെ പരാജയപ്പെടുത്തും. അതായത് ഈ കവചം മിസൈലിനെ പ്രതിരോധിക്കും. പക്ഷെ മുകളിൽ കൂടെ ഇങ്ങനെ ആകാശത്തോട്ട് ഉയരത്തിൽ ചെന്നിട്ട് താഴോട്ട് പതിക്കുമ്പോൾ അങ്ങനെ പറ്റില്ല. കാരണം മുകൾ ഭാഗം താരതമ്യേന ദുർബലമാണ്. ഇതാണ് ജാവലിന്റെ ലോഫ്റ്റഡ് ലോഞ്ച് എന്ന് പറയുന്നത്. അത് അമേരിക്കൻ ടാങ്കാണ്. ഇസ്രായേലിന്റെ ടാങ്ക് സ്പൈക്കിന് കുറച്ചുകൂടി അത് സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയും ചില അവസരങ്ങളിൽ സ്ട്രെയിറ്റ് ആവേണ്ടടുത്ത് സ്ട്രെയിറ്റ് ആവുകയും അല്ലാത്തടത്ത് ആ രീതിയിലും പോകും. നമ്മളിപ്പോ നിർമ്മിച്ചിരിക്കുന്ന മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈല് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി അത് തീരുമാനിക്കും. അപ്പോ ഈ രണ്ടും, ഇപ്പൊ ഞാനീ പറഞ്ഞ ജാവലിനേക്കാളിലും സ്പൈക്കിനേക്കാളിലും ഇക്കാര്യത്തിൽ കുറച്ചുകൂടി നമുക്ക് അഡ്വാൻറ്റേജ്. കാരണം ഇത് ഏതാണ്ട് ഒരു ലോയിറ്ററിങ് മിസൈൽ എന്ന് പറയുന്ന വട്ടം ചുറ്റിയിട്ട്, ഇപ്പോഴത്തെ ഡ്രോണൊക്കെ അങ്ങനെയാണ്, എവിടെയാണ് ദുർബല ഭാഗം എന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ട് കയറി ഇടിക്കും. ഏതാണ്ട് അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ ഈ MP-80 സാധിക്കും. അപ്പൊ ജാവലിനും എന്നെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി മെച്ചമുണ്ട്. പക്ഷെ ജാവലിൻ വർഷങ്ങളായിട്ട് യുദ്ധങ്ങളിൽ ഉപയോഗിച്ച് അതിന്റെ കഴിവ് തെളിയിച്ചാണ്. അത് നമ്മൾ മറക്കണ്ട. നമ്മുടേത് ആദ്യമായിട്ട് നമ്മൾ പ്രയോഗിക്കാൻ പോകുന്ന ഒരു ആയുധമാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള പരിമിതിയോ അല്ലെങ്കിൽ ഓരോ യുദ്ധം കഴിയുമ്പോഴായിരിക്കും അത് കൂടുതൽ ചിലപ്പോൾ മെച്ചപ്പെടുന്നത്. എങ്കിലും വർഷങ്ങൾ നീണ്ടു നിന്ന പരീക്ഷണങ്ങളെല്ലാം തന്നെ വിജയകരമായി അതിജീവിച്ചു എന്നുള്ളത് കൊണ്ട് ഇത് തീർച്ചയായിട്ടും ഇത് മെച്ചപ്പെട്ട ഒരു ആയുധം തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് കരുതാം. ഇസ്രായേലിന്റെ സ്പൈക്കിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ സ്പൈക്ക് കുറച്ചുകൂടി ദൂരപരിധിയുള്ളതാണ്. ഇത് ഇസ്രായേലിന്റെ സ്പൈക്ക് മാൻ പോർട്ടബിൾ മാത്രമല്ല, അത് മെഷീനിൽ ഘടിപ്പിച്ചിട്ട് 10 കിലോമീറ്റർ 30 കിലോമീറ്റർ വരെ ദൂരത്തേക്ക് പോകും. പക്ഷെ ജാവലിനും ഇന്ത്യൻ മാൻ പോർട്ടബിൾ ഇത് രണ്ടും ഏതാണ്ട് ഒരേ ദൂരം തന്നെയാണ്, 4-4.5 കിലോമീറ്റർ. പക്ഷെ അത് മനുഷ്യൻ താങ്ങിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ഇത് ചെറുതാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിന് ഏതാണ്ട് ഒരു 138 സെന്റിമീറ്റർ, അതായത് 1 മീറ്റർ 38 സെന്റിമീറ്റർ മാത്രമാണ് ഇതിന്റെ വലിപ്പം. കാരണം വലിപ്പം പരിമിതിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ടാണ്
അതിന്റെ പ്രൊപ്പല്ലന്റ് ഇന്ധനം കുറവും, അതുകൊണ്ടാണ് അതിന് 4 കിലോമീറ്റർ മാത്രം പോകാൻ കഴിയും. ഇത് വരുന്ന ദിവസങ്ങളിൽ ഒരു പാകിസ്ഥാനുമായിട്ടൊക്കെയുള്ള യുദ്ധ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയൊരു മേൽക്കൈയായിരിക്കും ഈ മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ. കാരണം ഇതിന് ചെലവ് വളരെ കുറവാണ്. അമേരിക്കയുടെ ജാവലിനോ ഇസ്രായേലിന്റെ പിന്നെ സ്പൈക്കിനോ അല്ലെങ്കിൽ യുണൈറ്റഡ് UK-യുടെ ഇംഗ്ലണ്ടിന്റെ NLAW അത് മറ്റൊരു ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ്. അതൊക്കെ തന്നെ ചിലവേറിയ മിസൈലുകളാണ്. നമ്മുടെ ഇതിന് വളരെ ചെലവ് കുറവാണ്. അത് നമുക്കൊരു വലിയ അഡ്വാൻറ്റേജാണ്. ഇനി മറ്റൊരു വിഷയം, ഇത് യുദ്ധത്തിൽ മാത്രമല്ല ഭീകരവിരുദ്ധ ഓപ്പറേഷനിലും വളരെ കൃത്യമായിട്ട് ഇതിനൊരു പ്രസക്തിയുണ്ട്. ആധുനിക കാലത്ത് അർബൻ വാർഫെയർ എന്ന് പറയുന്ന ഭീകരവിരുദ്ധ യുദ്ധം, അതായത് നഗരങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഭീകരവാദികൾക്കെതിരെ പ്രയോഗിക്കാൻ ഏറ്റവും പറ്റിയ ഒരു മിസൈലാണ്. ഇത് ബങ്കറുകളെ തകർക്കാനുള്ള സ്ഫോടന ശേഷിയുണ്ട്. കാരണം ഹെവിലി ആംഡായിട്ടുള്ള ഒരു ആർമറി, വലിയ കവചമുള്ള, വലിയ കട്ടിയുള്ള കവചമുള്ള പ്രതിരോധ സംവിധാനങ്ങളുള്ള ഒരു ടാങ്കിനെ തകർക്കാൻ പോകുന്ന ഇതിന് ബങ്കറുകളെയും തകർക്കാനുള്ള ശേഷിയുണ്ട്. അത് മാത്രവുമല്ല, മറ്റ് കവചിത വാഹനങ്ങളെ ഒക്കെ തന്നെ തകർക്കാം. അപ്പോ പല കെട്ടിടങ്ങളിലും നഗരങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന തീവ്രവാദികളെയും അതുപോലെ തന്നെ മറ്റ് കവചിത വാഹനങ്ങൾ ഇനി അവരുടെ കൈവശം ഉണ്ടെങ്കിൽ അതിനെയും ഒക്കെ നിസ്സാരമായിട്ട് തകർത്ത് തീവ്രവാദ വിരുദ്ധ യുദ്ധത്തിലും ഇനി ഈ ATAGM-ന് ഒരു വലിയ റോളുണ്ട്. അതായത് ഇതൊക്കെ ഇറക്കുമതി ചെയ്യാവുന്നത് വലിയൊരു ബദ്ധപ്പാടാണ്. കാരണം ഒരു യുദ്ധ സമയത്ത് ഇപ്പൊ അമേരിക്ക പലപ്പോഴും തീരുമാനിക്കും ഇനി ഇന്ത്യക്ക് ഇത് വിൽക്കേണ്ട, തീരുമാനിച്ചാൽ അതോടെ തീർന്നു. പിന്നെ അമേരിക്കയ്ക്ക് പരിമിതമായ ഉൽപാദനത്തിന് പരിമിതിയുണ്ട്. അമേരിക്കയ്ക്ക് സ്വന്തം ആവശ്യത്തിന് വേണം, ഇസ്രായേലിന് നിരന്തരം ഇത് വേണം, അവർക്ക് സ്വന്തം യുദ്ധങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺക്ലൂഷനിൽ നമുക്ക് അവിടെ കൂടിയിട്ട് എന്താണ് ഇതിന്റെ മെച്ചം എന്നുള്ള ഒരു അവസാന വാക്കിലൂടെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് തീർച്ചയായിട്ടും ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് മൾട്ടി ഫാസറ്റഡ് ത്രെട്ട് എന്ന് പറയുന്ന പല ഡയമെൻഷനുള്ള ത്രെട്ടാണ്. പാകിസ്ഥാന്റെ ഒറിജിനൽ സൈന്യത്തെ മാത്രമല്ല, പാകിസ്ഥാൻ തീവ്രവാദികളും നമുക്ക് നേരെ വരികയാണ്. പാകിസ്ഥാൻ എയ്ഡഡ് തീവ്രവാദികൾ നമ്മുടെ നഗരങ്ങളിൽ ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ആക്രമണം നടത്തിയ ചരിത്രം നമുക്കുണ്ട്. അവരെയൊക്കെ കൃത്യമായി നേരിടാനുള്ള ഒരു മിസൈലാണിത്. അതായത് തോക്കുകൊണ്ട് വെടിവെക്കുന്നതിന് പകരം ഷോൾഡറിൽ ഘടിപ്പിച്ച ഈ മിസൈൽ ഇപ്പൊ ഒരു അടച്ചിട്ട ഹോട്ടൽ റൂമിൽ ഒളിച്ചിരിക്കുന്ന തീവ്രവാദിയെ ബാക്കി റൂമുകളിൽ നിന്നും ആൾക്കാരെ മാറ്റിയിട്ട് ഇതേലെ ഒരു മിസൈൽ പ്രയോഗിച്ചാൽ അതോടെ തീരുവാൻ. അപ്പോ മറ്റെന്തെങ്കിലും കെട്ടിടങ്ങളുടെ പിറകിൽ പോയി ഒളിച്ചിരിക്കുകയോ എന്തെങ്കിലും വീപ്പുകളുടെയോ നഗരത്തിലെ പിന്നെ അതുപോലെ നഗരങ്ങളിലുള്ള മാൻഹോളുകളിലും ഒക്കെ ഒളിച്ചിരിക്കുന്നവരെ തീർച്ചയായിട്ടും പുകച്ച് പുറത്തു ചാടിക്കാനും അവരെ നിശേഷം ഇല്ലാതാക്കാനും പറ്റുന്ന ഒരു സംവിധാനമാണിത്. ഇത് തോളലെടുത്തുകൊണ്ട് പോകാൻ അത്ര വലിയ ഭാരമില്ല. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇത് ഇന്ത്യയുടെ ഒരു മുഖ്യ ആയുധമായിട്ട് പതുക്കെ മാറാൻ തുടങ്ങും. നാഗ് എന്ന ഒരു മിസൈൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയിരുന്നു. അത് പിന്നീട് ഹെലികോപ്റ്ററിൽ നിന്ന് ലോഞ്ച് ചെയ്യാനുള്ള ആന്റി ടാങ്ക് മിസൈലായിട്ട് ഹെലീന എന്നുള്ള വേറൊരു മിസൈൽ ഉണ്ടാക്കിയിരുന്നു. അതിന്റെ ഒരു തുടർച്ചയാണിത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് വിശദാംശങ്ങളും അതുപോലെ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം. ഒരിക്കൽ കൂടി നമസ്കാരം.